ലേഡീസ് അല്ലേ വന്നിരിക്കുന്നത്, അതിനെന്തിനാ ഇവിടെ ഇത്ര മുഖം കാണിക്കുന്നേ? എന്തോ എടി കൊച്ചേ, വീട്ടിൽ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാപ്പി വെള്ളം ഒന്നും വേണമെന്ന് ചോദിക്കില്ലേടി നീ? എന്തെങ്കിലും കുടിക്കാൻ വേണോ ആന്റി? ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നോക്കാതെ വേണമെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൂടെ നിനക്ക്? എന്നോട് ചോദിക്കാതെ നിനക്ക് അവിടെ ചോദിക്കാലോ. എനിക്ക് ജ്യൂസ്, അമ്മായിക്ക് ബൂസ്റ്റ്, അമ്മായിയുടെ അമ്മായിക്ക് കോഫി. എടി പെങ്കൊച്ചേ, മനസ്സിലാകുന്ന പോലെ പറയടി. അമ്മായിയുടെ അമ്മായിക്ക് കോഫി, അമ്മായിക്ക് ബൂസ്റ്റ്, എനിക്ക് ജ്യൂസ്. ശരി, കൊണ്ടുവരാം. ഇവൻ എന്റെ ജീവിതം തോലയ്ക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്നെ പറഞ്ഞേക്ക്. ഒച്ച വെക്കാതെ ഞാനൊന്ന് നോക്കട്ടെ. അദ്ദേഹം ഒരാള് വെളിയിൽ പോയപ്പോ 7-8 പേര് അകത്തേക്ക് വന്നേക്കുന്നത്. സൗകര്യം കിട്ടുമ്പോ ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് വിടും. ഒന്ന് വെയിറ്റ് ചെയ്യേ. രാമുനെ വിളിച്ച് കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നടാ. ശ്രീനി എന്ന് പറയുന്ന ആളവിടെ ഇല്ലാത്തോണ്ട് ഇവനവിടെ കുടുങ്ങിയോന്ന് അറിയില്ലല്ലോ. എന്താ ശ്രീനി ഇല്ലെന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നുമില്ല സാറേ. എന്താ മകേഷേ, എന്താ പ്രശ്നം? എനിക്കെന്തോ ഇവന്മാര് തരികിട പരിപാടിയായിട്ട് ഇറങ്ങിയതാണോന്നൊരു ചെറിയ സംശയമുണ്ട്. ഇവന്മാർക്ക് നമ്മുടെ ശ്രീനിയെ അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 പൊട്ടീര് കൊടുത്താൽ മണി പോലെ എല്ലാം പറയും. ഇതിനൊക്കെ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയില് ശ്രീനി ആരാണെന്നൊന്ന് കാണിച്ചു തന്നെ പറ. ശ്രീനിയെ കാണിക്കാൻ പറഞ്ഞപ്പോ എന്തിനാ ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുന്നത്? നിങ്ങളല്ലേ അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ? എങ്കിൽ കാണിക്കേ. ഇതിനകത്ത് ആരാ ശ്രീനി എന്ന് കാണിക്കേ. അവര് നമ്മളെ സഹായിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ നീ ചുമ്മാ അവരെ സംശയിക്കുവാണോ? നീ ചുമ്മാ ഒരു കാലത്തും ഗുണം പിടിക്കും തോന്നുന്നില്ല. എടാ വട കളഞ്ഞേച്ചു പോവാ. നീ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ? നീ അങ്ങോട്ട് നോക്ക്, ഇനി ഇങ്ങോട്ട് നോക്ക്, ഇനി മൊത്തത്തിലൊന്ന് ചുറ്റി നോക്ക്. നീ സൂപ്പറാടാ. പോസ്റ്ററിലോണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ബോബിനെ രക്ഷപ്പെടുത്തടാ. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. ഭർത്താവിനെ പുറത്താക്കിയിട്ട് കാമുകനെ ബാത്റൂമിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും നടന്നതേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ അങ്ങനെയൊന്നുമില്ല അമ്മായി. നിങ്ങളന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വന്നപ്പോ ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പിന്നെ അന്ന് ചായ തന്നില്ല എന്ന് പറഞ്ഞ അന്നും വഴക്ക് പറഞ്ഞില്ലേ? അന്ന് ഉറങ്ങുന്ന സമയത്ത് അവര് വന്നത്. ഉറങ്ങാണോന്ന് ചോദിച്ചു. അതാ സംഭവിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അമ്മായി. കൊയ്യും പിടിച്ചിങ്ങനെ നിൽക്കാതെ കുടിക്കാനൊന്നും ഇല്ലേ? കോഫിയില് പഞ്ചസാര എത്ര ഇടേണ്ടത് ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എനിക്ക് 3 സ്പൂണ്, അമ്മായിക്ക് 2 സ്പൂണ്, അമ്മായിയുടെ അമ്മായിക്ക് 1 സ്പൂണ്. ശരി, നിർത്തടി നിന്റെ ഈ കപട നാടകം. ടിവിയിലെ സംഭാഷണം കേട്ട് ഇവൾ ഓടി വന്നെങ്കിലേ തീർച്ചയായിട്ടും അവള് ബാത്റൂമിൽ ആരെങ്കിലും ഒളിപ്പിച്ചിരിക്കും. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മിണ്ടാതിരിക്കടി, ഞാൻ പറഞ്ഞ നേരാ. അതെങ്ങനെ അറിയാം? എക്സ്പീരിയൻസ് ആണടി. പാവം എന്റെ അമ്മായിയപ്പൻ. നിന്റെയൊക്കെ ചെയ്ത് നിർത്തടി, അവള് കേക്കും. അവൻ എവിടെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടടി. എടി 1 ബാത്റൂം പോണെന്ന് ഞാനൊന്ന് പറയും. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞാ ആരുമില്ലെന്ന് അർത്ഥം. പുറത്തുള്ള ബാത്റൂമിൽ പോയിക്കൊന്ന് പറഞ്ഞാലേ തീർച്ചയായിട്ടും അതിന്റെ അകത്ത് ആരോ ഉണ്ടെന്നാണ് അർത്ഥം. വരുന്നുണ്ടേ. എന്നാ എടുത്തോ. എടി കൊച്ചേ, എനിക്കൊന്ന് ബാത്റൂമിൽ പോണമല്ലോ മോളെ. എനിക്ക് ഷുഗർ ഉള്ളോണ്ടേ ഇടയ്ക്കിടയ്ക്കൊക്കെ പോണെന്ന് തോന്നുവാ. തെറ്റു ചെയ്തു ശ്രീദേവി. ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. മുൻപത്തെ പോലെ എന്റെ അമ്മായിയെ. ഇതുപോലുള്ള അമ്മായിയമ്മ കാരണം നമ്മളെ ജീവിക്കാനേ അനുവദിക്കില്ല അല്ലേ? അത് ശരി. ബാത്റൂം എവിടെയാണെന്നൊന്ന് പറ. അത് പിന്നെ ഈ ബാത്റൂമില് പായലുള്ളത് കാരണം തെന്നി വീഴാൻ സാധ്യതയുണ്ട്. പുറത്ത് വേറൊരു ബാത്റൂം ഉണ്ട്, ഞാൻ കൊണ്ടുപോവാ. വാ. പുറത്താ ശ്രീനിയുടെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ? വലിയ പ്രശ്നം. അടിച്ചാലോ? അവര് കുത്തിയാലോ? കൊന്നുകളഞ്ഞാലോ? എന്റെ കൊച്ചെ, അതിലും നല്ലത് പായലുള്ള ബാത്റൂമിൽ പോകുന്നു. കാണിച്ചു കൊടുക്ക്. നടക്ക.
അയ്യോ ഹോ. ശ്രീനി ശ്രീനി എന്റെ ശ്രീനി എടോ ആ പ്രസിഡന്റിനെ ഇവിടെ കാലം വെച്ചിട്ട് കൈ കിട്ടിയാലുണ്ടല്ലോ. ആ ശ്രീനി എന്ന പേരുള്ള ഒരാൾ ഐസിയുലുണ്ടോ? അവൻ എന്തെങ്കിലും ഇവിടെ ഞാൻ ദൈവമേ എന്താവോ എന്തോ. അൺഐഡന്റിഫൈഡ് ആക്സിഡന്റ് കേസ് ഒന്നുണ്ട്. താങ്ക് യു നഴ്സ് മോളെ. എന്താ കാമപുരംകാരനാ താൻ? അതെനിക്ക് മനസ്സിലായി. ഏയ് ഉള്ളു പോയി നിങ്ങളുടെ ആളാണോ നോക്കിട്ട് പോ ആദ്യം. ഓരോരുത്തരായിട്ട് പോയാ മതി. ആദ്യം നീ കേറ്. ചെല്ല്. എടാ ഇത് നമ്മുടെ ശ്രീനി അല്ലടാ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അകത്ത് പോയി നോക്ക്. ശരി സാർ. ശ്രീനി ശ്രീനി സാർ അത് ഞങ്ങളുടെ ശ്രീനി തന്നെയാണ് സാർ. അതേ നീളം അതേ വണ്ണം. പ്രസിഡന്റ് കാര്യത്തിൽ തീരുമാനമായി സാറേ. നീ തിളയ്ക്കാതെ നിന്നേ. വേറൊരാൾ കൂടി പോയിട്ട് നോക്കിട്ട് വന്നേ. നീ ചെല്ലടാ. ദൈവമേ അവനാവരുതേ. എടാ അവൻ നമ്മുടെ ശ്രീനി അല്ലടാ. ഫോട്ടോ വല്ലതും ഉണ്ടോ കയ്യില്? ഇതാ സാറേ. നീ വാ. ഇതാരാ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. കണ്ടില്ലേ സാർ ഇതാ അവസ്ഥ. അയ്യോ ഒന്നും കാണുന്നുമില്ല. ധൃതി വെച്ച് ഇറങ്ങിയത് കൊണ്ട് ഞാൻ എന്റെ കണ്ണട എടുക്കാനും മറന്നു. ഒന്ന് കുലുക്കി നോക്കാം. അനങ്ങുന്നില്ലല്ലോ. ഉള്ള ആരോഗ്യം പോകുന്ന തോന്നുന്നു. അയ്യോ ഇതിലാരാ? ഒന്നും കാണുന്നില്ലല്ലോ. ഒച്ച അനക്കൊന്നുമില്ലല്ലോ. കണ്ണും കാണുന്നില്ല. വണ്ടാരോടങ്ങാൻ എന്ത് ചെയ്യൂ? ഒന്ന് കുറച്ച് പുറകെ നിന്ന് നോക്കിയാലോ? വല്ലതും പിടി കിട്ടുന്നുണ്ടോ നോക്കട്ടെ. എന്നിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കഷ്ടകാലം പിറ്റി കെട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ പുറകില്?